സഹോദരങ്ങളെ, ഇസ്ലാം മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാഭാവികമായും നമ്മുടെ സാധാരണക്കാർ, നമ്മുടെ സഹോദരന്മാർക്ക് ഒരു സ്വാഭാവിക സംശയം വരാറുണ്ട്. ശരിയാണ് നിങ്ങൾ പറയുന്നത്, ഇസ്ലാം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എങ്കിൽ ആ ഇസ്ലാം ഏതാണ്? നിങ്ങൾ ഒരു മൗലവിമാരുടെ, വഹാബികളുടെ ഒരു സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുകയാണെങ്കിൽ അവരുടെ സ്റ്റേജുകളിൽ നിന്ന് ഉയർന്നു വരുന്നത് പലപ്പോഴും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളായിരിക്കും. ജമാഅത്തെ ഇസ്ലാമി ഒരു പ്രഭാഷണം സംഘടിപ്പിച്ച് അവർ വേദി കെട്ടി ഒരുക്കുകയാണെങ്കിലും അവിടെയും ഉയർന്നു കേൾക്കുന്നത് ആയത്തുകളായിരിക്കാം, ഹദീസുകളായിരിക്കാം. പറയുന്ന ആയത്തും ഹദീസുകളും പറയുന്ന വിഷയങ്ങളും തമ്മിലുള്ള ബന്ധവും അതിന്റെ അർത്ഥവും അതിന്റെ വിശദീകരണവും അതൊക്കെ മറ്റൊരു കാര്യമാണ്. സദസ്സുകളിൽ നിന്ന് സാധാരണക്കാർ കേൾക്കുന്നത് ആയത്തുകളാണ്, ഹദീസുകളാണ്. സുന്നികൾ പരിപാടി വെച്ചാൽ അതിലേറെ കൂടുതൽ പ്രമാണങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഇമാമുകളുടെയും ഒക്കെ പ്രമാണങ്ങൾ നിങ്ങൾ ഉദ്ധരിക്കുന്നു. സാധാരണക്കാരായ ഞങ്ങൾ ഇതിൽ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ്. ഏതാണ് ശരിയായ ഇസ്ലാം എന്നറിയാതെ ഞങ്ങൾ വിഷണ്ണരായിരിക്കുകയാണ് എന്ന് നമ്മുടെ പല സഹോദരന്മാരും പലപ്പോഴും പറയാറുണ്ട്. ഈ സംശയത്തിന്റെ മറുപടി മാത്രം ഞാൻ ആമുഖമായി സൂചിപ്പിച്ച് മറ്റ് വിഷയങ്ങളിലേക്ക് ഞാൻ കടന്നുവരും. സഹോദരങ്ങളെ, ഇത് സ്വാഭാവികമായ ഒരു സംശയമാണ്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഈ സംശയത്തിന്റെ പ്രതിവിധിയും മറുപടിയും വ്യക്തവും കൃത്യവുമായി അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ പരിചിതമായ വിശുദ്ധ സൂറത്തുൽ ഫാത്തിഹ നമുക്കറിയില്ലേ? ആ ഫാത്തിഹ സൂറത്ത് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്താണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ ഫാത്തിഹ സൂറത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് കാണാം, നമ്മോടൊക്കെ നിർദ്ദേശിക്കുകയാണ്, നിർബന്ധമായും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. എന്താണ്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. പടച്ചവനെ, സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർത്തി തരേണമേ എന്ന് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ പലരും പ്രവർത്തിക്കുന്നു. പടച്ചവനെ, അതിൽ നിന്ന് നേരായ മാർഗം, നേരായ ഇസ്ലാം, അതിലേക്ക് ഞങ്ങളെ നീ ചേർത്തി തരേണമേ, അതിലേക്ക് ഞങ്ങളെ നീ എത്തിച്ചു തരേണമേ എന്നു പ്രാർത്ഥിക്കാൻ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം നേരായ ഇസ്ലാം ഏതാണ് എന്നുകൂടി അള്ളാഹു വിശദീകരിക്കുകയാണ്. നമുക്കറിയാലോ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ആമീൻ എന്ന് പറഞ്ഞിട്ട് റുക്കൂഴിലേക്ക് പോലല്ലോ നമ്മൾ. അതിനുശേഷം വിശദീകരിക്കുകയാണ് അള്ളാഹു തന്നെ. ഏതാണ് നേരായ മാർഗം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നേരായ മാർഗമെന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞു, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ മാർഗമാകുന്നു. അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ മാർഗമാണ് നേരായ മാർഗമെന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ, അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ ആ മാർഗം, അവർ വഴിപിഴച്ചവരല്ല, അവർ ബിദ്അത്തുകാരല്ല, അവർ ശിർക്കിന്റെ ആളുകളല്ല. ഗൈറിൽ മഗ്ലൂബി അലൈഹിം, അള്ളാഹു ദേഷ്യപ്പെട്ട ആളുകളുമല്ല. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ മാർഗമാണ് ശരിയായ മാർഗം, ദീൻ, ശരിയായ പാത എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിച്ചവരെന്ന് പറഞ്ഞാൽ അതാരാണ്? അതും അള്ളാഹു തന്നെ പഠിപ്പിച്ചത് കാണാം മറ്റൊരായത്തിൽ. وَمَن يُطِعِ اللَّهَ وَالرَّسُولَ فَأُولَٰئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِم مِنَ النَّبِيِّينَ وَالصِّدِّيقِينَ وَالشُّهَدَاءِ وَالصَّالِحِينَ. അള്ളാഹു പറയുന്നു, അള്ളാഹു അനുഗ്രഹിച്ചവരെന്ന് പറഞ്ഞാൽ മിനൻ നബിയീന, പ്രവാചകന്മാർ, വസ്സിദ്ദീഖീന, സിദ്ദീഖുകൾ, അള്ളാഹുവിൽ അങ്ങേയറ്റം വിശ്വസിച്ച് പ്രവാചകനെ കുറിച്ച് അമിതമായ വിശ്വാസം വെച്ചു പുലർത്തുന്ന സിദ്ദീഖുൽ അക്ബർ നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള സിദ്ദീഖീങ്ങൾ, സ്വഹാബികളിൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ അവരാണ്. വശുഹദായി, രക്തസാക്ഷികൾ, ശുഹദാക്കൾ,
വസ്വാലിഹീൻ, സജ്ജനങ്ങൾ. അപ്പൊ അള്ളാഹു അനുഗ്രഹിച്ചവരെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തി തരികയാണ്. പ്രവാചകന്മാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹുകൾ, സജ്ജനങ്ങൾ. ഈ സജ്ജനങ്ങളും മഹത്തുക്കളും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മഹാത്മാക്കൾ, മഹത്തുക്കൾ, ഇവർ നിലനിന്ന മാർഗം സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ ഈ വിഭാഗമുണ്ടല്ലോ, മഹാത്മാക്കൾ, സജ്ജനങ്ങൾ എന്ന് നമ്മൾ പറയുന്ന അവരുടെ മാർഗമാണ് നേരായ മാർഗമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സാധാരണക്കാരായ നമ്മുടെ സംശയം ഇവിടെ തീരുകയാണ്. അവരുടെ സ്റ്റേജിൽ നിന്ന് കേൾക്കുന്നത് ആയത്താണ്, ഇപ്പുറത്തെ സ്റ്റേജിൽ നിന്നും ആയത്തും ഹദീസുകളാണ് കേൾക്കുന്നത്, അപ്പുറത്തുള്ളവരും ആയത്തും ഹദീസും തന്നെയാണ് കേൾക്കുന്നത് എന്ന സംശയത്തിന്റെ മുനയൊടിക്കുകയാണ് ഖുർആൻ. അങ്ങനെ നിങ്ങൾ ആയത്ത് കേട്ടു എന്നതുകൊണ്ട് ബേജാറാകേണ്ടതില്ല. ശരിയായ ഇസ്ലാം അറിയണമോ? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച സജ്ജനങ്ങൾ, മഹത്തുക്കളുണ്ടല്ലോ, അവരുടെ മാർഗമാണ് നേരായ മാർഗം. സജ്ജനങ്ങൾ കാണിച്ചു തന്ന ആശയങ്ങൾ, സജ്ജനങ്ങൾ കാണിച്ചു തന്ന ആചാരങ്ങൾ, സജ്ജനങ്ങൾ കാണിച്ചു തന്ന മാതൃകകൾ, കർമ്മങ്ങൾ, ഇതാണ് നേരായ ഇസ്ലാം എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഞാനൊന്ന് ചെറിയ ലളിതമായ ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ സഹോദരങ്ങളെ. ഇവിടെ ഖുർആൻ പറഞ്ഞത് എത്ര ലളിതമായ ഒരു ആശയമാണ്, നമ്മൾക്ക് എല്ലാവർക്കും തിരിയുന്ന ഒരു യാഥാർത്ഥ്യം. നേരായ ഇസ്ലാം ഏതാണ് എന്ന് വിശദീകരിച്ച് തരുന്നിടത്ത് അള്ളാഹു പ്രയോഗിച്ചത് സിറാത്തുൽ ഖുർആനി വസ്സുന്ന, ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാർഗം എന്നല്ല. ശരിയായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാർഗം തന്നെയാണ്. ഈ നാളെ വന്ന് വലിയ ആനത്തലയായിട്ട് അത് പറയണ്ട. ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാർഗം തന്നെയാണ് ശരിയായ ഇസ്ലാം, നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷെ അത് വിശദീകരിച്ച് തരുന്നിടത്ത്, പരിചയപ്പെടുത്തി തരുന്നിടത്ത് അള്ളാഹു സ്വീകരിച്ച ശൈലിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തേ അള്ളാഹു പറഞ്ഞത്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർത്തിത്തരണമേ. നേരായ മാർഗമെന്ന് പറഞ്ഞാൽ ഏതാണെന്നോ? സിറാത്തുൽ ഖുർആനി വസ്സുന്നാ. ആമീൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ 3 പദം മതി. നോക്കുങ്ങൾ, ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വർത്തമാനം പറയുന്ന മാതിരിയുള്ള ഗ്രന്ഥമല്ല. ഒരു ഹർഫ് കൂടുന്നുണ്ടോ, ഒരു പദം കൂടുന്നുണ്ടോ, അതിന് അതിൻ്റെതായ ആശയമുണ്ടാകും. നമ്മളൊക്കെ സംസാരത്തിൽ, ഇപ്പൊ ഞാനാവട്ടെ നിങ്ങളാവട്ടെ, വേണ്ട, നമ്മളൊക്കെ കത്ത് എഴുതുന്ന ആളുകളാണ്. ഒരു പേജ് കത്ത് എഴുതി നോക്കുള്ളൂ. എഴുതി നോക്കിയിട്ട് അവസാനം വായിച്ചാൽ ഉണ്ടാവും ഒരു 36 പിന്നെ, എന്നിരുന്നാലും തന്നെയുമല്ല, പിന്നെ 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 ഒന്നും ഉണ്ടായിട്ടല്ല, പിന്നെ പിന്നെ ഇങ്ങനെ ഉണ്ടാവും. അത് നമ്മുടെ സംസാരമാണ്. പക്ഷെ ഖുർആൻ അങ്ങനെയല്ല. ഖുർആനിൽ ഒരു പദമുണ്ടോ, അതിന് അതിന്റെ ആശയമുണ്ട്. അപ്പൊ ഖുർആനിൽ ഒരു പദം കുറക്കാൻ അള്ളാഹു മൂജസായ ഗ്രന്ഥമാണ് ഖുർആൻ. എന്നിട്ട് അള്ളാഹു ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ 3 പദമേ ആകെ ആവശ്യമുള്ളൂ. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങൾ എനി ചേർത്തിത്തരണമേ. നേരായ മാർഗമെന്ന് പറഞ്ഞാലോ സിറാത്തുൽ ഖുർആനി വസ്സുന്നാ. ആമീൻ. എത്ര എളുപ്പമുണ്ടായിരുന്നു നോക്കുകൾ. പക്ഷെ അള്ളാഹു പറഞ്ഞില്ലല്ലോ. എന്താ അത് പറയാതിരിക്കാനുള്ള കാരണം? ഖുർആന്റെ ആളുകൾ, സുന്നത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് ഇവിടെ നേരായ മാർഗത്തിന്റെ മാർഗമെന്ന് പറഞ്ഞാൽ സിറാത്തുൽ ഖുർആനി വസ്സുന്ന, ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാർഗമാണ്. അതുകൊണ്ട് അത് ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന പലരും ഇവിടെ വരും എന്ന് അള്ളാഹുവിനറിയാം. അതുകൊണ്ടാ പടച്ച തമ്പുരാൻ പറഞ്ഞത്, നിങ്ങളെ ഖുർആൻ ഓതുന്ന പ്രസ്ഥാനം എന്ന് കരുതിയത് കൊണ്ട് ഒരു പ്രസ്ഥാനം ശരിയാണ് എന്ന് കരുതണ്ട. സുന്നത്ത് ഹദീസ് ഓതുന്ന പ്രസ്ഥാനമായതുകൊണ്ട് അത് ശരിയാണ് എന്ന് നിങ്ങൾ വിധി എഴുതണ്ട. പിന്നെയോ ആ ഖുർആനും ആ സുന്നത്തും ശരിയായ രൂപത്തിൽ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ആ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ജീവിക്കുന്ന പതിപ്പുകളായി ഇവിടെ കഴിഞ്ഞു പോവുകയും ചെയ്ത മഹാത്മാക്കളുണ്ടല്ലോ, അവരുടെ മാർഗമാണ് നേരായ മാർഗം. നോക്ക് നിങ്ങൾ. ഇനി എന്തിനാണ് സാധാരണക്കാരായ നമ്മൾ സംശയിക്കേണ്ട കാര്യം? ഇവിടെ ഒന്നുമില്ല. നമ്മളൊരു പുതിയ ആശയം കേൾക്കുമ്പോഴേക്ക് ഞെട്ടണ്ട. നമ്മൾ ചിന്തിക്കേണ്ടത് ഖുർആനും സുന്നത്തോടെ നിൽക്കട്ടെ. അതിപ്പോ ഈ മൗലവി ഇന്ന് ഖുർആൻ നന്നായി പെട്രോൾ മാന്തിയെടുക്കുന്നത് പോലെ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ മാന്തിയെടുക്കുന്ന സാധനമല്ല, അത് പൂർവീകരിൽ നിന്ന് കിട്ടിയതാണ്. അവർക്കൊന്നും കിട്ടാത്തൊരായത്ത്, ഒരു ഹദീസ്, ഒരു ആശയമാണോ ഇത്? അത് നമുക്ക് ആവശ്യമില്ല. സ്വീകരിച്ചിടത്ത് പറഞ്ഞത് ഈ ഖുർആനും സുന്നത്തും ജീവിതത്തിൽ പകർത്തി ഖുർആനിന്റെയും സുന്നത്തിന്റെയും
ജീവിക്കുന്ന പതിപ്പുകളായി ഇവിടെ കഴിഞ്ഞുപോയ സജ്ജനങ്ങളും മഹത്തുക്കളും അവരുടെ മാർഗമാണ് നേരായ മാർഗം എന്നാണ് അള്ളാഹു പറയുന്നത്. എന്താണ് കാരണം? അള്ളാഹുവിനറിയാം ഇങ്ങനെ ഖുർആൻ ഓതി ജനങ്ങളെ വഴി പിഴപ്പിക്കാൻ ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇവിടെ വരുമെന്ന്. നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിലെ മുജാഹിദുകൾ, വഹാബികൾ അവർ ഓതുന്നത് ഖുർആനാണ്. ലോകത്തുള്ള മുസ്ലിമീങ്ങൾ അവരല്ലാത്ത മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കുകളാണെന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ ദുരുപയോഗപ്പെടുത്തുന്നത് ഖുർആനാണ്. നമ്മുടെ രാജ്യത്തെ വഹാബി ജമാഅത്തെ ഇസ്ലാമിയോ സുന്നികളും മുജാഹിദുകളും ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവർ ദുരുപയോഗപ്പെടുത്തുന്നത് ഖുർആനാണ്. ലോകത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാണെന്ന് മുസ്ലിം ലോകം വിധി എഴുതിയ ഖാദിയാനികൾ, മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന തലക്ക് സുഖമില്ലാത്ത മൂത്രവാർച്ചക്കാരനായ ഒരു മനുഷ്യൻ പ്രവാചകനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ഖുർആനിക വചനങ്ങളാണ് ദുരുപയോഗപ്പെടുത്തുന്നത്. എന്തിനധികം നമ്മുടെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മർക്കസുൽ ബിഷാറ സുവിശേഷ കേന്ദ്രം, അവിടെ അതിന്റെ ഡയറക്ടർ ഫാദർ അലവി, അദ്ദേഹം തന്റെ മർക്കസുൽ ബിഷാറയിൽ നിന്ന് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്ന ലഘുലേഖകളിൽ ഒരു പേജിൽ ഒരു 3 ആയത്തെങ്കിലും ചുരുങ്ങൂല. എന്താ അതിൽ പറയുന്നത്? ഖുർആന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ ക്രിസ്തു മതമാണ് ശരിയായ മതം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ എല്ലാവരും ഓതുന്നത് ആയത്തുകളാണ്, ഹദീസുകളാണ്. ഇതുകൊണ്ടാണ് പടച്ച തമ്പുരാൻ പറഞ്ഞത്, നേരായ ഇസ്ലാം നിങ്ങൾക്ക് മനസ്സിലാകണമോ, ആ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ജീവിക്കുന്ന പതിപ്പുകളായി കഴിഞ്ഞുപോയ മഹാത്മാക്കൾ, സജ്ജനങ്ങൾ, മഹത്തുക്കൾ അവർ കാണിച്ചു തന്ന ആചാരങ്ങൾ, അവർ പഠിപ്പിച്ചു തന്ന വിശ്വാസങ്ങൾ, ആ സജ്ജനങ്ങളുടെ പാത, അതാണ് നേരായ മാർഗം, അതാണ് സ്വർഗത്തിലേക്ക് എത്തുന്ന മാർഗം. സഹോദരന്മാരെ, ഈ മാർഗത്തിലാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ, എന്റെ സമുദായം 73 വിഭാഗമായി തീരും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സതഫ്തരിഖു ഉമ്മത്തി എന്നാണ്. ഇമാം തഫ്താസാരിയെ പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. എന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വിവക്ഷിക്കുന്നത് ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവരാണെന്ന് പറയുന്നവർ തന്നെ 73 വിഭാഗമാകും. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ, 72 നരകത്തിലാണ്, ഒരു വിഭാഗമേ സ്വർഗത്തിലുള്ളൂ. സ്വഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ ആ സ്വർഗത്തിലേക്ക് പോകുന്നവർ? ഈ ചോദ്യത്തിന്റെ മറുപടി ഇമാം ഹാഫിദ് അബുൽ ലൈസ് തന്റെ കിതാബ് തംബീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വർഗത്തിലേക്ക് പോകുന്നവർ ആരാണെന്നോ, ഖാലഹും അഹ്ലു സുന്നത്തി വൽ ജമാഅ, സ്വർഗത്തിലേക്ക് പോകുന്നവർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. അപ്പൊ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണ് ശരിയായ ഇസ്ലാം. അത് സജ്ജനങ്ങളുടെ പാതയിൽ അംഗീകരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. സഹോദരന്മാരെ, ഈ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആശയങ്ങൾ നമ്മുടെ രാജ്യത്ത് അത് സുന്നികളായ നമ്മുടെ കുത്തകയാണ്. ഞാൻ വെറുതെ വീരവാദം മുഴക്കുകയല്ല. ഞങ്ങൾ അഹ്ലു സുന്നത്താണ്, ഞങ്ങൾ സുന്നി അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ ആശയമാണ് എന്ന് ഇവിടെ പലപ്പോഴും വഹാബികൾ പറയാറുണ്ട്. കഴിയില്ല, നിങ്ങൾക്കത് തെളിയിക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കുത്തകയാണ് എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങളുടെ നിൽക്കട്ടെ, ഇതേതാണ് ഗ്രന്ഥം എന്നറിയോ നിങ്ങൾ? ഇത് ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥമാണ്. ഇബ്നു തൈമിയ്യ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ പുസ്തകം കേരള നദുവത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്റർ കോഴിക്കോട്ട് 2 നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഒരു ഉറുപ്പിക 25 പൈസ വിലയുള്ള പുസ്തകമാണ്. വില കുറവാണെന്ന് കരുതിയിട്ട് മോശാക്കരുത്, സാധനം മുന്തിയ സാധന. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിലൊരു ആമുഖം എന്നാണ് ഇതിന്റെ പേര്. ഇടയ്ക്ക് ഞാനൊന്ന് പറയുന്നു, സ്വാഗതത്തിൽ പറഞ്ഞു, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ആർക്ക് എന്ത് സംശയമുണ്ടെങ്കിലും മുജാഹിദുകളെ റേഡിയോ ശൈലിയാക്കേണ്ട, ആർക്ക് വേണമെങ്കിലും ഒന്ന് ചോദിക്കാം, നോക്കാം. ഞാൻ പറഞ്ഞത് കളവാണെങ്കിൽ കിതാബിലുള്ളതാവട്ടെ മലയാളത്തിലുള്ളതാവട്ടെ അത് തെളിയിക്കാനും അത് നോക്കാനുമുള്ള അവകാശം നിങ്ങൾക്ക് ഈ മൈക്കിലൂടെ ഞങ്ങൾ നൽകും ഇൻഷാ അല്ലാഹ്. മുജാഹിദുകളെ മാതിരി ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾ പറഞ്ഞത് 100% ശരിയാന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അറബിയിലുള്ള കിതാബാണ്, അറബി വായിക്കാൻ അറിയണം എന്നൊരു നിബന്ധന മാത്രമേ എനിക്ക് പറയാനുള്ളൂ, വേറൊന്നുമില്ല. ഏതോ ആവട്ടെ, ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന വ്യക്തി മുജാഹിദ് സെന്റർ കോഴിക്കോട്ട് 2 നിന്ന് പ്രസിദ്ധീകരിച്ച ഒരു ഉറുപ്പിക 25 പൈസ വിലയുള്ള ഈ പുസ്തകത്തിൽ അവർ പറയുന്നത്,
ലോകത്ത് അതുപോലത്തെ ഒരു പണ്ഡിതൻ പിന്നെ വേറെ ഉണ്ടായിട്ടില്ല എന്നാ. സുബ്ഹാനല്ലാഹ്. ഏത് ഇബ്നു തൈമിയ്യ പോലത്തെ ഒരു പണ്ഡിതൻ ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് എതിർപ്പില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ആ നിങ്ങൾ പറഞ്ഞ ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥമാണിത്. മജ്മൂഉൽ ഫതാവ എന്ന ഈ പുസ്തകത്തിന്റെ 341 പേജിൽ അദ്ദേഹം പറയുന്നു, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? ശ്രദ്ധിക്കണം നിങ്ങൾ, ഇബ്നു തൈമിയ്യയാണ് പറയുന്നത്. ഹും സലഫുൽ ഉമ്മത്തി വ അയിമ്മത്തുഹാ വമൻ തബിഅഹും ബിഇഹ്സാൻ. ഇബ്നു തൈമിയ്യ പറയാ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഹും സലഫുൽ ഉമ്മത്തി, ഈ ഉമ്മത്തിൽ കഴിഞ്ഞുപോയ പൂർവീകരാകുന്നു. സലഫുൽ ഉമ്മത്തി എന്ന ഉമ്മത്തിലുള്ള സലഫികളാകുന്നു എന്ന് അർത്ഥം വെച്ച് കൊടുക്കാൻ നിൽക്കണ്ട വല്ല വഹാബികളുണ്ടെങ്കിൽ. ഈ സലഫുൽ ഉമ്മത്തി ഈ ഉമ്മത്തിൽ കഴിഞ്ഞുപോയ പൂർവീകരാകുന്നു. വ അയിമ്മത്തുഹാ, ഈ സമുദായത്തിൽ കഴിഞ്ഞുപോയ ഇമാമുകളുമാകുന്നു. ഇമാമുൽ ആളം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം ഗസാലി, ഇമാം നവവി പോലെയുള്ള ഇമാമുകളുമാകുന്നു. കഴിഞ്ഞില്ല, അദ്ദേഹം പറഞ്ഞു വമൻ തബിഅഹും ബിഇഹ്സാൻ, അവരെ പിൻപറ്റി ജീവിക്കുന്ന ആളുകളുമാകുന്നു. അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. ഇതാരാ പറയുന്നത്? ഇബ്നു തൈമിയ്യയാണ്. നിങ്ങൾക്ക് ലോകത്ത് ഇതുപോലത്തെ ഒരു പണ്ഡിതനില്ല എന്ന് മുജാഹിദ് പരിചയപ്പെടുത്തിയ ഇബ്നു തൈമിയ്യയാണ് പറയുന്നത്. അപ്പൊ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞ ആരാ? ഈ സമുദായത്തിലെ പൂർവീകരും സജ്ജനങ്ങളും കഴിഞ്ഞുപോയ ഇമാമുകളും അവരെ അംഗീകരിക്കുന്നവരുമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് മുജാഹിദുകൾ അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ്യ പറയുന്നു. ഇനി നിങ്ങൾ പറയൂ, ആരാണ് ഈ ഇമാമുകളെയും പൂർവീകരെയും അംഗീകരിക്കുന്നവർ? ആരാ? അത് മുജാഹിദുകളാണോ, ഞങ്ങളാണോ, സുന്നികളാണോ? നമുക്ക് തീരുമാനിച്ചു നോക്കാലോ. ഈ പുസ്തകം തന്നെ ₹1.25 വിലയുള്ള ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നത് എന്താണെന്നറിയോ? മുജാഹിദുകളുടെ പ്രവർത്തനത്തിന്റെ നേട്ടമായി അവർ പരിചയപ്പെടുത്തുന്നത് തന്നെ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഖുർആൻ പറയുന്നത് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച സജ്ജനങ്ങളുടെ മാർഗത്തിൽ ജീവിക്കണം. അതാണ് ശരിയായ ഇസ്ലാം. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പ്രവാചകർ പഠിപ്പിച്ചു. ഇബ്നു തൈമിയ്യ പറഞ്ഞു, ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിലുള്ള പൂർവീകരാണ്, ഈ സമുദായത്തിലുള്ള ഇമാമുകളാണ്, ഈ സമുദായത്തിലുള്ള ഇമാമുകളെ അംഗീകരിച്ചു പോരുന്നവരുമാകുന്നു. നാം മുജാഹിദ് പറഞ്ഞത് എന്താണെന്നറിയോ? ഇവരുടെ ₹1.25 വിലയുള്ള ഈ പുസ്തകത്തിൽ പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേട്ടമായി അവർ പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾ? ഇമാമുകളുടെയും കിതാബുകളുടെയും പിന്നാലെ പോയിരുന്ന മുസ്ലിമീങ്ങളെ അതിൽ നിന്ന് അടർത്തിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു നേട്ടം തന്നെയാണ്. എങ്ങനെയുണ്ട്? എന്താ അവരുടെ പ്രവർത്തനത്തിന്റെ നേട്ടം? ഇമാമുകളുടെയും കിതാബുകളുടെയും പിന്നാലെ പോയിരുന്ന മുസ്ലിമീങ്ങളെ അതിൽ നിന്ന് അടർത്തിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു നേട്ടാണ്. എങ്ങനെയുണ്ട്? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതോ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ച സജ്ജനങ്ങളുടെ മാർഗം നിങ്ങൾ അനുധാവനം ചെയ്യണം, അത് പിൻപറ്റണം. ഇബ്നു തൈമിയ്യ പറഞ്ഞതോ അതേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തുള്ളൂ, ആ ഇമാമുകൾ അംഗീകരിക്കണം, അവരാണ് അഹ്ലുസുന്നത്ത്. ഇബ്നു തൈമിയ്യ പറയുന്നു. മുജാഹിദ് പറയുന്നതോ കാര്യം എന്തായാലും ഞങ്ങൾ പ്രവർത്തിച്ചിട്ട് ആ ഇമാമുകളെയും സജ്ജനങ്ങളെയും മാർഗത്തിൽ നിന്ന് ഇവരങ്ങനെ അടർത്തിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് വലിയൊരു നേട്ടം തന്നെയാണ്. നോക്ക് നിങ്ങൾ, പറയൂ, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ആളുകളല്ലേ നമ്മളൊക്കെ? ഇത് ചിന്തിക്കാൻ ഇത്ര വലിയ അപാര ബുദ്ധി ആവശ്യമുണ്ടോ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളെയും പൂർവീകരെയും ഇമാമുകളെയും അംഗീകരിക്കുന്നവരാണ്. അത് ഇബ്നു തൈമിയ്യ പഠിപ്പിച്ചതാണ്. മുജാഹിദ് പറയുന്നതോ അതിൽ നിന്ന് ജനങ്ങളെ അടർത്തിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം ഈ സജ്ജനങ്ങളുടെയും പൂർവീകരുടെയും പാതയിൽ ഞങ്ങളില്ല. ഇതാണ് അതിന്റെ അർത്ഥം. ആർക്കത് തിരിയാത്തത്? ആ കാര്യം ഞാൻ വെറുതെ പറഞ്ഞതല്ല. കഴിഞ്ഞ 80 വർഷക്കാലമായി സുന്നികൾ, സമസ്തയുടെ ഉലമാക്കൾ ലോകത്തെല്ലായിടത്തും പറഞ്ഞിരുന്ന കാര്യമാണ്, അല്ലേ? പക്ഷെ അന്ന് അത് മുജാഹിദുകൾക്ക് ഏശിയില്ല. ഇപ്പൊ മുജാഹിദ് 2 നോക്കൂ നിങ്ങൾ, ഇത് ഏതാ പുസ്തകം എന്നറിയോ? ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന പുസ്തകമാണ്. ഇത് എഴുതിയത് സഖാഫിമാരല്ല, സമസ്തയുടെ ആളുകളല്ല. മുജാഹിദ് പണ്ഡിത സംഘടനയുടെ ഒരു വിഭാഗത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MI മുഹമ്മദ് അലി സുല്ലമി എഴുതിയ പുസ്തകമാണ്. സാക്ഷാൽ സുല്ലമി ഇന്ന് ജീവിച്ചിരിക്കുന്നയാളാണ്. അബ്ദുറഹ്മാൻ സലഫിയുടെ പേടി സ്വപ്നാണ് ഇയാൾ ഇപ്പോഴും. ഏതോ ആവട്ടെ, ആ പുസ്തകത്തിൽ ഇയാൾ പറയുന്നത് നോക്കൂ നിങ്ങൾ. അദ്ദേഹം ഇതിന്റെ ആമുഖത്തിൽ പറയുകയാണ്. അദ്ദേഹം പറയുന്നുണ്ടോ, കേരളത്തിൽ അല്ല, യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തോട് കേരളത്തിലെ
ഇസ്ലാഹി പ്രസ്ഥാനത്തോട് ലക്ഷ്യത്തിലും മാർഗത്തിലും പൂർണ്ണമായി യോജിപ്പുള്ള ഒരൊറ്റ സംഘടന മറ്റെവിടെയെങ്കിലും ഉള്ളതായി നമുക്കറിയില്ല. എന്തായി പറഞ്ഞത്? ലോകത്ത് 100 കോടിയിലധികം വരുന്ന മുസ്ലിമീങ്ങളുണ്ട്. എന്നിട്ട് മുജാഹിദ് പണ്ഡിത സംഘടനയുടെ സംസ്ഥാന നേതാവ് എഴുതുകയാണ്, ലോകത്ത് 100 കോടിയിലധികം വരുന്ന മുസ്ലിമീങ്ങളുണ്ടെങ്കിലും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനം എന്ന സലഫി പ്രസ്ഥാനം എന്ന വഹാബി പ്രസ്ഥാനം, ഈ പ്രസ്ഥാനം ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം സംഘടനകളെ ഏതെങ്കിലും ഒരു സംഘടനയുടെ നിലപാടുകൾ അംഗീകരിക്കുന്നവരല്ല. അതായത് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യവും മാർഗവും അംഗീകരിക്കുന്ന ഒരൊറ്റ മുസ്ലിം സംഘടനയും ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉള്ളതായി നമുക്കറിയില്ല. അപ്പൊ ഞങ്ങളെ ഈ ആശയം, ഞങ്ങൾ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്ന ആശയമുണ്ടല്ലോ, അത് ഞങ്ങൾ കുറച്ച് മൗലവിമാർ കൂടി മെനഞ്ഞെടുത്ത ക്ഷീണിച്ച മസ്തിഷ്കത്തിൽ നിന്ന് ഉത്ഭവിച്ച ചില ദ്രവിച്ച ആശയങ്ങളാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ പച്ചയായ അർത്ഥം. അതാണ് ഞങ്ങളും പറയുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് നാക്കിട്ടടിച്ചത് കൊണ്ടായില്ല, അത് അവകാശപ്പെടാൻ നമ്മുടെ രാജ്യത്തെ വഹാബികൾക്ക് ഒരിക്കലും കഴിയില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നില്ല. സുന്നികളും വഹാബികളും തമ്മിൽ തർക്കമുള്ള ഏതേത് വിഷയങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ഏതെടുത്ത് പരിശോധിച്ചാലും നമുക്കിത് ബോധ്യപ്പെടും. ഈ സജ്ജനങ്ങളുടെ പാത, അതിൽ നിന്ന് ജനങ്ങളെ തട്ടിമാറ്റിയവരാണ് അവർ എന്ന് അവകാശപ്പെടുന്നത് അവരുടെ പ്രവർത്തന നേട്ടമായി അവർ അവകാശപ്പെടുകയാണ്. പാരമ്പര്യത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെ വഴിതെറ്റിച്ചു, അത് ഞങ്ങളുടെ നേട്ടമാണ്. എറണാകുളം സമ്മേളനം, മുജാഹിദുകളുടെ സമ്മേളനം, ആ സമ്മേളനത്തിന്റെ സുവനീരെടുത്ത് പരിശോധിച്ചാൽ ഇത് കാണാം. അബ്ദുറഹ്മാൻ ഇരുവേത്തി എഴുതിയ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന പുസ്തകം എടുത്ത് പരിശോധിച്ചു നോക്കൂ, അതിൽ കാണാം പലതിനും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത് അത് സുന്നികളുടെ കുത്തകയാണ്. അത് വഹാബികൾക്ക്, മൗദൂദികൾക്ക്, മറ്റ് ബിദഈ പ്രസ്ഥാനങ്ങൾക്ക് ഒരിക്കലും അവകാശപ്പെടാൻ കഴിയില്ല. തർക്കമുള്ള ഏത് വിഷയങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ, അതിലൊക്കെ നമുക്കിത് ബോധ്യപ്പെടും.